സാറേ ഞാൻ ഒരു നോട്ടെ. ഒന്നും വരില്ലല്ലോ. കേടും നടക്കല്ലേ? കേടുന്നാണോ? ഓ അറിയാത്ത പോലെ. ആ അപ്പോൾ നേരെ കിട്ടില്ലല്ലേ? സാറേ ആ മാസ്ക് എടുത്ത് മുഖത്ത് വെക്കേ. എന്താന്നല്ല ഏതല്ലെങ്കിലും ശരി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് വെക്കാൻ പറയണത്. എന്താ പറ്റി? എന്താ സാറേ? ശ്രദ്ധിക്കണോ അത്? തുമ്മല് ശ്രദ്ധിക്കണോ അത്? ലീവ് എടുത്തിട്ട് വീട്ടിൽ പോകാൻ പറയണോ? ലക്ഷണക്കാരാണ് ഈ കാണിക്കുന്നത്. സാറേ ഇരിക്ക, അവിടെ ഇരിക്കും. ഇറക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും. പൊടിയായിട്ടാണ് തോന്നുന്നത്. മാസ്ക് എടുത്ത് മുഖത്ത് വെക്കേ. അതേ സൂല്ലെങ്കിൽ പോയിക്കോ, ചോദിച്ചിട്ട് പോയിക്കോ. പഴയ ചെയ്ത് തീർക്കാനല്ലേ? സാറേ എന്ത് പറ്റി? ഇത് ചുമ, ഇത് ലക്ഷണക്കേടാണത്. ലീവ് എടുത്തിട്ട് വീട്ടിൽ പോകാൻ പറയും. സാറേ വയ്യെങ്കിൽ വീട്ടിൽ പോയിക്കോ. വയ്യെങ്കിൽ വീട്ടിൽ പോയിക്കോ. ഒരുപാട് ജോലി ഇവിടെ ഉള്ളതല്ലേ? അത് കുഴപ്പമില്ല സാറേ. സാറ് വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യ്. എന്നിട്ട് 14 ദിവസം ക്വാറന്റൈൻ ഇരുന്നിട്ട് വന്നാ മതി. ക്വാറന്റൈൻ ഇരിക്കണം. അയ്യോ, അപ്പൊ അത് ജോലി ഒരുപാട് പെൻഡിങ് ആവും. അതൊക്കെ ഇവിടെ മാനേജ് ചെയ്തോളൂ. സാർ വേണേ ആ ഫയലൊക്കെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോട്ടെ. നമുക്ക് ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ പോരെ? ശരിയാവൂല, ഇവിടുന്ന് ഒരു സാധനം കൊടുത്തു വിടണ്ട. എന്നാ പിന്നെ പ്യാരി സാറ് പറഞ്ഞ പോലെ ഞാൻ ഫയലെല്ലാം എടുത്തോണ്ട് പോവാം മേഡം. ഇല്ല വേണ്ട സാർ, ഇതൊന്നും ഓർക്കണ്ട. സാർ ഒന്ന് വേഗം പോയാൽ മതി. എന്നാ ചെല്ലു സാറേ. പോവാന്നല്ലേ അല്ലേ? ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് വന്നാൽ മതി. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എന്നാ പിന്നെ എന്നാ പോയിക്കോന്നു. അയാൾ ഈ എല്ലാ ദിവസവും ലീവ് എടുത്ത് കണ്ട സ്ഥലത്തൊക്കെ എല്ലാ ഫംഗ്ഷനും കയറി ഇറങ്ങിയിട്ട് അസുഖം വരുത്തി വയ്ക്കും. എന്നെ ഇപ്പൊ ചായ കുടിക്കാൻ വിളിച്ചാണേ, കൂടെ പോവാൻ നന്നായി. ഇതൊന്നും കിട്ടാൻ വലിയ നേരം വേണ്ടേ? ഏത് നേരം ഒപ്പം നടക്കണം. ഒന്ന് സൂക്ഷിച്ചോ, റിസൾട്ട് വരട്ടെ. സാറിത് എവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ വന്നിട്ട് എന്ത് മല മറിക്കാനാ? എന്തോ പ്രശ്നമുണ്ട്. മാഡം 5-6 തവണയായി വന്നത് ആറിനെ അന്വേഷിക്കണം. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതിരിക്കണമെന്നും പ്രശ്നമായിരിക്കുള്ളൂ. എന്താന്ന് എന്ന് ചോദിച്ചായിരുന്നു. വന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങളോട് ആ കളക്ടറേറ്റിൽ കൊടുക്കാൻ വേണ്ടിട്ട് ശരിയാക്കാൻ പറഞ്ഞ പേപ്പറിൽ എന്തൊക്കെയാ എഴുതി വെച്ചിരുന്നത്? സാറേ കറക്റ്റ് തന്നെയല്ലേ? എന്നോടാ? സാറല്ലേ കൊടുത്ത റിപ്പോർട്ട്? അല്ല, എന്തിനാ അങ്ങോട്ട് ചോദിക്കണേ? ഞാൻ ഇവിടെ ഏൽപ്പിച്ചല്ലേ? അല്ല, അവിടുന്ന് തന്ന റിപ്പോർട്ടാണല്ലോ ഞാൻ ക്ലിയർ ചെയ്തിട്ട് വിട്ടത്. ആ കളക്ടറുടെ മുമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴേ ഞാൻ ഓണം കെട്ടുപോയി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നോക്കി ചെയ്യണ്ടേ സാറേ അതൊക്കെ? നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ രാജിവെച്ച് പോ. കഴിവുള്ള ആരെങ്കിലും വരുമല്ലോ. ഫോൺ എടുക്കട്ടെ? ഇല്ല, അതും കൂടെ ഞാൻ എടുത്തു തരാം. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, അതാണ് സൗകര്യം. ഹലോ, അതെ സുഗതനാണ്. ചായയും പപ്സും കഴിക്കണം ഒരു ബേക്കറി ഉണ്ട് നമ്മുടെ ആ ജംഗ്ഷനിലുള്ളതേ. സണ്ണിച്ചാറിന്റെ ബേക്കറി? അതെ, സണ്ണിച്ചായൻ്റെ ബേക്കറി. ഈ സണ്ണിച്ചായൻ്റെ അമ്മായച്ചനെ കോവിഡ് സ്ഥിരീകരിച്ചു. ദൈവമേ, ഞാൻ ദിവസവും പിള്ളേർക്ക് പാലും മിഠായും പപ്സൊക്കെ വാങ്ങണ അയാളുടെ കയ്യിൽ നിന്നാണല്ലോ. ഞാനും അതെ. ഈ 2-3 ദിവസമായിട്ട് പുള്ളി തന്നെയാണ് എനിക്ക് എടുത്തു തന്നത്. അതെ, എനിക്ക് വേഗം വീട്ടിൽ പോയി ക്വാറന്റൈൻ ഇരിക്കേ. ആ മാസ്ക് എടുത്ത് വയ്ക്കും, വായി നോക്കി നിൽക്കാതെ. സാറ് പോ, മാഡം പറയണേക്ക്. നിങ്ങൾ രണ്ടുപേരും പോണ്ടേ? അതെ, പരിജാത സാറും അങ്ങോട്ട് വന്നിരുന്നല്ലേ? രണ്ടുപേരും പോണോ? ആദ്യം ആ മാസ്ക് എടുത്ത് വെച്ചേ. അടി വേഗം വീട്ടിൽ പോ. 14 ദിവസം ക്വാറന്റൈൻ. ചെല്ല്. സാറേ ഈ രജിസ്റ്റർ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നിങ്ങളൊക്കെ പോ. വേഗം പോ. പോവാൻ
ഓഫീസിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് കൃഷ്ണകുട്ടിയുടെ മോന്റെ മംഗലം കൂടിയില്ലേ? അതെങ്ങനെയൊക്കെ ആയത്. എവിടെ പോയത്? ആരും കാണുന്നില്ല. ദേടിയാ പോയത്. എടാ ഇന്ന് കടലാസ് കൊടുക്കേണ്ട ദിവസമല്ലേ? നീയല്ലേ പറഞ്ഞു ഇന്ന് വരാന്ന്? ഇന്ന് വരാൻ പറഞ്ഞ അത്രയും പറഞ്ഞല്ലേ. എത്ര ദിവസമായി വന്ന് നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പോയത് നീ വരില്ല. ഒരു മാസ്ക് ഊരി വയ്ക്കാൻ ചിലപ്പോൾ കാണും. ഇല്ല തലക്ക് വരാണെങ്കിൽ വലിയ ഓഫീസറുണ്ടാവും. ഓഫീസറോ സാറേ അതൊരാളുണ്ടോ? സമാധാനായി. ഏടി പോയിനി? ഏടിയാ പോയിനി എല്ലാരും? ആരെയും കാണുന്നില്ല. എന്തായി? ഇവിടെ നീ പറയും. അച്ഛൻ്റെ പേരിൽ കുറച്ച് പൈസ ബാങ്കിലുണ്ട്. പക്ഷെ അച്ഛൻ മരിച്ച ഒരു കൊല്ലം മുമ്പേ. അപ്പോൾ ബാങ്കിൽ ഒരു കടലാസ് കൊടുക്കണം. മേഡം 2 ആഴ്ചയായി കടലാസിന് വേണ്ടി ഇവിടെ കീഞ്ഞും കയറി പോകുന്നു. ഇതുവരെ ആ കടലാസ് കിട്ടിച്ച. ആ കടലാസ് കിട്ടിയാൽ നമുക്ക് പൈസ കിട്ടും ബാങ്കിൽ നിന്ന്. ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. ഇനി കുറച്ച് ദിവസം കേട്ടോ. ഇവിടെ ആളില്ല. ഏടെ പോയിന്നവരൊക്കെ? അവരൊക്കെ ക്വാറന്റൈൻ പോയിരിക്കുകയാണ്. ഇവിടെ മഞ്ചാടിമുക്കില്ലേ, അവിടെ ഒരു ബേക്കറി ഇല്ലേ, സണ്ണി എന്നൊക്കെ പറയുന്ന ഒരാളുടെ. നമ്മുടെ സണ്ണിന്റെ ബേക്കറി. സണ്ണീന്റെ ബേക്കറി അവിടെ പോയി. അവിടെ പോയതല്ല, സണ്ണിയുടെ അമ്മായിച്ചന് കോവിഡ് സ്ഥിരീകരിച്ചു. അയ്യോ. അപ്പൊ ഇവർക്കൊക്കെ ക്വാറന്റൈൻ പോകേണ്ടി വന്നു. എന്തിന് ഇവര് ക്വാറന്റൈൻ? ഇവര് പോകേണ്ട ആവശ്യം? ഇവര് അവിടെ പോയിട്ടാണ് ചായ കുടിക്കണതും പിന്നെ ഏതാണ്ട് സാധനങ്ങൾ മേടിക്കാനൊക്കെ എല്ലാ ദിവസവും ആ കടയിൽ പോയിട്ടുണ്ട്. അപ്പൊ സണ്ണിയുടെ അമ്മായിച്ചനല്ലേ കോവിഡ് വന്നത്. അപ്പൊ കോണ്ടാക്ട് ആയില്ലേ, ഇവര് ക്വാറന്റൈൻ ഇരിക്കണം. എനിക്ക് മനസ്സിലാവാത്ത ഇത് അവര് അമ്മാനച്ച കിടക്കണത് ഇവിടെ ബാംഗ്ലൂരല്ലേ? ബാംഗ്ലൂർ അമ്മാനച്ചന് കോവിഡ് ആയിരുന്നു. ഇവരെന്തിനു ക്വാറന്റൈനിൽ പോയിനി? അത് പോയിനി. ബാംഗ്ലൂരാന്ന് ഉറപ്പാ? അല്ല, ബാംഗ്ലൂരല്ല, ബംഗളൂരു ആക്കിക്കുന്നു. ബംഗളൂരിലുള്ള അമ്മാനച്ചന് കോവിഡ് ആണെങ്കിൽ ഇവരെന്തിനു ക്വാറന്റൈനിൽ പോയിനി? അത് പോയിനി. അത് ഞാൻ ഓർക്കണേ, ഇവരെന്തിനാ പോയേ? ഇത് നിങ്ങളെ പറ്റിച്ചിരിക്കാന്ന ഒരു കോവിഡിന്റെ പേരും പറഞ്ഞ അവർക്ക് ലീവ് എടുക്കാൻ വേണ്ടി നിങ്ങളെ പറ്റിച്ചിരിക്കാണ് വേടോ. അത് തന്നെയാണ് സത്യം. ഇതിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടി? ഞങ്ങളുടെ അച്ഛന്റെ കാശൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ആഴ്ചയിലൂടെ കയറി ഇറങ്ങുന്നത്. ഇതുവരെ തന്നില്ല. ഇത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് കാശ് മേടിച്ച ആളുകൾക്ക് കൊടുക്കണോ? ഈ ആളുകൾക്ക് കാശ് കിട്ടാത്ത കാരണം ഞങ്ങൾ ഉമ്മർത്ത് വന്നിട്ട് ഞങ്ങളെ തെറി വിളിക്കാണ്. സായി കേട്ടിട്ട് അവിടെ വന്ന് കയറിയത്. ഇതുവരെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ല. എന്ത് കളി കളിക്കുന്നത് നിങ്ങള്? ഇത് ഉദ്യോഗസ്ഥരുടെ മാതിരി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഉദ്യോഗസ്ഥല്ലേ, ഞങ്ങൾക്കും പറഞ്ഞു തരി. ഞങ്ങൾ ഈ ലോകത്ത് ഏതെങ്കിലും പോക്കോളാം.